ഇപ്പോൾ യുസ്തോസ് യോസഫ് അവറുകൾ എഴുതിയ ഓ നമോ ഓ നമോ എന്ന ഗാനം ആലപിക്കുന്നു. ഓ നമോ 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 നന്ദാനന്ദ നീരാനന്ദ മോദകമായ ഓ നമോ നന്ദാനന്ദ നീതാനന്ദ മോദകമായ ഓ നമോ ഓ നമോ ഓ നമോ ഓ നമോ മമല നമ തമമായ കില ലോക ക്ഷേമദമായി ക്ഷേമബ്രഹാമിൻ ദൈവമാ ആമേനോ മമല നമ തമമായ കില ലോക ക്ഷേമദമായി ക്ഷേമബ്രഹാമിൻ ദൈവമായി സന്മയമായി പരമ നിർമ്മലമായി ആനന്ദ ചിന്മയമായി ഭുവന കന്മശഹരണമായ ഓ നമോ ഓ നമോ ഓ നമോ ഓ നമോ എണ്ണമില്ലാതണ്ട ചണ്ട മണ്ഡിതമാം പിന്നിലോമി മണ്ണിലോ മടങ്ങാതുള്ള വണ്ണമെത്രയും എണ്ണമില്ലാതണ്ട ചണ്ട മണ്ഡിതമാം പിന്നിലോമി മണ്ണിലോ മടങ്ങാതുള്ള വണ്ണമെത്രയും ഉന്നതമായുള്ള തേജോ മണ്ഡല മധ്യസ്ഥമായി പൂർണ്ണ കരുണാസന നിശാന്തമായ കണ്ഠമായ ഓ നമോ ഓ നമോ ഓ നമോ ഓ നമോ ഓ നമോ ായ മനു വെലനകമായി ഇസ്രായേലിനാദിയായി നിഖില പാലനമാ വെലനാദിയായ മനു വെലനകമായി ഇസ്രായേലിനാദിയായി നിഖില പാലനമായി എല്ലയില്ലാത മഹത്വ വല്ലഭമാമേ ലോകിമേ ഉല്ലസിക്കും ദൂതർ ഹല്ലേലൂയ പാടി സ്തുതിക്കുന്ന ഓ നമോ ഓ നമോ ഓ നമോ ഓ നമോ ഓ നമോ നന്ദാനന്ദ നീതാനന്ദ മോദ
തുടർന്ന് താവിന്റെ ദാസൻ ഷിജു ടി ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നു. ക്രിസ്തു എന്ന ദൈവമർമ്മം എന്ന വിഷയത്തിന്റെ 7ാമത് ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. കർത്താവിന്റെ ദാസനെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിന് മുൻപുള്ള പ്രവൃത്തികൾ എന്തെല്ലാം എന്നതായിരുന്നു. അതിൽ നമ്മൾ 4 കാര്യങ്ങൾ മുൻ ക്ലാസ്സിൽ നോക്കിയിരുന്നു. അത് ഞാനൊരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. 1, ജഡധാരണത്തിന് മുൻപ് പുത്രൻ പിതാവിനോട് കൂടെ കൂട്ടായ്മയിൽ സന്തോഷിക്കുകയായിരുന്നു. സൃഷ്ടികളോടുകൂടെ സന്തോഷിക്കുവാനുള്ള, പ്രമോദിക്കുവാനുള്ള തൻ്റെ തീരുമാനം അത് പിതാവിനോട് കൂടെ കൂട്ടായ്മയിലായിരിക്കുമ്പോഴേ പ്രകടമായിരുന്നു. 2, താൻ സൃഷ്ടി നടത്തുകയായിരുന്നു. സൃഷ്ടിയിൽ പിതാവിനോട് കൂടെ പങ്കാളിത്തമുള്ളവനായി പ്രവർത്തിക്കുകയായിരുന്നു. 3, സകലത്തെയും സംരക്ഷണ ചെയ്യുകയായിരുന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകുന്നു എന്ന്. അഥവാ സൃഷ്ടിയെ സസ്റ്റെയിൻ ചെയ്യുക, സംരക്ഷണ ചെയ്യുന്ന വലിയ പ്രവൃത്തി ദൈവപുത്രൻ മനുഷ്യ ശരീരത്തിൽ ഭൂമിയിൽ വരുന്നതിന് മുൻപേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 4ാമത് നമ്മൾ നോക്കിയത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്. അത് സങ്കീർത്തനം 40-ൻ്റെ ഒരു കൊട്ടേഷനാണ്. അവിടെ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, മനുഷ്യജാതിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ആലോചന, അതിൽ പിതാവും പുത്രനും പങ്കാളികളായിരുന്നു. അല്ലെങ്കിൽ ഡിവൈൻ കൗൺസിലിൽ, രക്ഷയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളിൽ പിതാവും പുത്രനും അന്യോന്യം ചർച്ച ചെയ്തിരുന്നു. അവരാ കാര്യത്തിൽ അവരുടെ ഭാഗധേയത്വങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ അവരുടെ കൗൺസിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൗൺസിലിൽ പുത്രൻ പങ്കാളിത്തമുള്ളവനായി പ്രവർത്തിക്കുന്നതായി നമ്മൾ ആ വേദഭാഗത്തുനിന്ന് കാണുന്നു. ഇന്ന് നമ്മൾ മറ്റൊരു കാര്യമാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ജഡധാരണത്തിന് മുൻപ് ദൈവപുത്രൻ എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ ഊഹാപോഹങ്ങളോ എന്തെങ്കിലും വിധത്തിലുള്ള നമ്മുടെ സ്പെക്കുലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതില്ലെങ്കിൽ ഏതെങ്കിലും വ്യാഖ്യാനപരമായ കാര്യങ്ങളല്ല. മറിച്ച് ഡയറക്റ്റായിട്ട് ദൈവവചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്തോ ആ കാര്യങ്ങളെ മാത്രമാണ് നമ്മൾ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഈ വേദഭാഗത്തെക്കുറിച്ച് നമ്മളുടെ ഇടയിൽ പഴയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, അതുപോലെ പഴയകാല ചില തിയോളജിയൻസിൻ്റെ റൈറ്റിങ്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത് യേശുക്രിസ്തു ക്രൂശുമരണം കഴിഞ്ഞതിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പിന് മുൻപുള്ള 3 ദിവസങ്ങൾ, ആ 3 നാളുകൾ കർത്താവിൻ്റെ ബോഡി കല്ലറയിൽ ഇരിക്കുമ്പോൾ ആത്മാവിൽ ദൈവപുത്രൻ പാതാളത്തിൽ ഇറങ്ങിച്ചെന്ന് പാതാളത്തിലുള്ളവരോട് പ്രസംഗിച്ചു, അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് ചില എഴുത്തുകാർ നമ്മുടെ പഴയ ദൈവദാസന്മാരുടെ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്.
ഇതിനെ അനുകൂലമായി ഇതിനോട് ചേർത്തുകൊണ്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ വാക്യം, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു, കയറി എന്നതിനാൽ ഇറങ്ങി എന്ന് അർത്ഥമില്ലയോ എന്നുള്ള വാക്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ചിട്ട് യേശുക്രിസ്തു പാതാളത്തിൽ പോയി പാതാളത്തിലുള്ളവരുടെ സുവിശേഷം പറഞ്ഞു. അത് നോഹയുടെ ജലപ്രളയകാലത്ത് നശിച്ചു പോയവരായിരുന്നു, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയുള്ള നിലയിലുള്ള വ്യാഖ്യാനങ്ങളാണ് നമ്മൾ ചില പുസ്തകങ്ങളൊക്കെ കാണുന്നത്. വാസ്തവത്തിൽ അത് അത്രത്തോളം ദൈവവചന പ്രകാരം ശരിയുള്ള ഒരു പ്രസ്താവനയോ പഠനമായിട്ട് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വളർന്നു വന്ന 10-15 വർഷത്തിനുള്ളിൽ വളർന്നു വന്ന ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു പുതിയ കാല ചർച്ച്, ഞാൻ പേര് പറയുന്നില്ല, അതിൻ്റെ നേതാവ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വളരെ വൈറലാകുകയും ഈ വിഷയത്തിൽ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗങ്ങൾ അദ്ദേഹത്തെ ദുരുപദേഷ്ടാവെന്ന ആളുകൾ വിളിക്കാനൊക്കെ കാരണമായിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു: യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലല്ല പ്രാധാന്യം, യേശുക്രിസ്തു പാതാളത്തിൽ പോയി അന്ധകാരത്തിൻ്റെ സൈന്യങ്ങളോട് പോരാടുകയും അവരെ തോൽപ്പിക്കുകയും 3 ദിവസം കർത്താവ് യുദ്ധം ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ആ യുദ്ധം ചെയ്ത് ജയിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിലാണ് പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം കൊടുത്തത്. അപ്പോൾ അത് തീർത്തും ദൈവവചന വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ്. മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും പ്രാധാന്യമുണ്ട്. മരണത്തിന് പ്രാധാന്യമില്ല എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത്, അത് പ്രതിപകരമാകുക എന്ന് പറയുന്നതാണ് ആ മരണം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ് നമ്മുടെ പാപമോചനത്തിന് നിദാനം. മരണം കൂടാതെ, ക്രിസ്തുവിൻ്റെ മരണം കൂടാതെ, അല്ലെങ്കിൽ മരണത്തിന് ഒരു പ്രാധാന്യവുമില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു ദുരുപദേശമാണ്. എന്നാൽ ഉയർപ്പിന് പ്രാധാന്യം അമിതമായിട്ടുണ്ട് എന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മരണത്തിനും ഉയർപ്പിനും തുല്യ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ ഈ വേദഭാഗം വെച്ചുകൊണ്ട് ഈ പത്രോസിൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ അല്പം മുമ്പ് വായിച്ച വേദഭാഗങ്ങൾ വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുൻപ് യേശു പാതാളത്തിൽ പോയി ആ സമയത്താണ് പ്രസംഗിച്ചതെന്ന് പറയുന്നത് അബദ്ധോപദേശമാണ്. നമ്മളുടെ പഠനവുമായിട്ടുള്ള ബന്ധത്തിൽ ജഡധാരണത്തിന് മുൻപ് ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ത് ചെയ്യുകയായിരുന്നു, എന്ത് പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്തിരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പഠിക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പം ആ കാര്യം ഈ വേദഭാഗത്ത് നിന്ന് ഒരു കാര്യം സൂചിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അബദ്ധധാരണ ആദ്യം ഒന്ന് തിരുത്തണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് വേദഭാഗത്തേക്ക് വരാം. ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ 18-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണം, അവൻ ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അത് വായിച്ചിട്ട് തൊട്ട് പുറകെ അവൻ ആത്മാവിൽ ചെന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവർ ചിന്തിക്കുന്നത്, മുൻ പറഞ്ഞ പോലെയുള്ള വ്യാഖ്യാനം പറയുന്നവർ ചിന്തിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റത് കണ്ടോ, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു, അവൻ ആത്മാവിൽ ചെന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ തെറ്റിയില്ലേ? ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് ആത്മാവിൽ ചെന്നതെന്നല്ലേ അങ്ങനെ വരുമ്പോഴും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർ പറയുന്ന വ്യാഖ്യാനം ശരിയാണെങ്കിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു, അവൻ ആത്മാവിൽ ചെന്നു. അപ്പോൾ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ആത്മാവിൽ ചെന്നതെന്നല്ലേ ആ ഒരു വ്യാഖ്യാനം ശരിയാണെങ്കിൽ ഇവിടെ പറയേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞു പോയെന്ന് പറയേണ്ടി വരില്ലേ? ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ദൈവപുത്രൻ പാതാളത്തിൽ ചെന്ന് പ്രസംഗിച്ചതെന്നെങ്കിലും പറയാൻ ആ വേദഭാഗം അവരെ നിർബന്ധിക്കുന്നില്ലേ? നീ അത് പോട്ടെ, 19-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ, അത് മലയാളത്തിലാണെങ്കിലും മറ്റ് ഭാഷകളിലാണെങ്കിലും ഒരു കുഴപ്പമില്ല, മലയാളത്തിൽ വളരെ നല്ല വിവർത്തനമാണ്. വളരെ ശ്രദ്ധിച്ചത് വായിച്ചാൽ നമുക്ക് വ്യക്തമാകും, ദൈവപുത്രൻ ആത്മാവിൽ ചെന്നത്, ഈ പ്രസംഗം നടത്തിയത് ക്രൂശിൽ മരിച്ച് കല്ലറയിൽ ഡെഡ് ബോഡി ഇരിക്കുന്ന സമയത്തല്ല എന്ന് വളരെ വ്യക്തമാണ്. നമുക്കൊന്ന് നോക്കാം.
19 വാക്യം. എപ്പോഴാണെന്നുള്ളത് പത്രോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പണ്ട് ആണത്. പത്രോസ് പറയുമ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവത്തെ പണ്ടെന്ന് പറയില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 2, നോഹയുടെ കാലത്ത്. അപ്പോൾ ഏതാ പണ്ടെന്ന് പറഞ്ഞാൽ ഏത് കാലമാണ്? നോഹയുടെ കാലത്താണ്. എപ്പോഴാണത്? പെട്ടകം ഒരുക്കുന്ന സമയത്താണ്. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, പെട്ടകം ഒരുക്കുന്ന സമയം. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ, അതായത് ഈ പെട്ടകം ഒരുക്കിയിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ ഈ പെട്ടകം നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ നോഹ പ്രസംഗിക്കുകയും നോഹ പറയുകയും കേട്ടുകൊണ്ട് പെട്ടകത്തിൽ ആൾ കയറുമെന്ന് വിചാരിച്ച് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ. അപ്പം സമയത്തെക്കുറിച്ച് 4 കൃത്യമായ പ്രയോഗങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് പണ്ടാണ്, നോഹയുടെ കാലത്താണ്, പെട്ടകം ഒരുക്കുന്ന സമയത്താണ്, ദൈവം ദീർഘക്ഷമയോടെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ്. അപ്പോഴെന്ത് സംഭവിച്ചു? അനുസരിക്കാത്തവരായ ആത്മാക്കളോട് പ്രസംഗിച്ചു. ആത്മാവിൽ അവൻ ചെന്ന് അനുസരിക്കാത്തവരായ ആത്മാക്കളോട് അവൻ പ്രസംഗിച്ചു. ആ ആത്മാക്കളോട് അവൻ പ്രസംഗിച്ച സമയം ഏതാണ്? നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയത്ത് പണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അവൻ പ്രസംഗിച്ചത് എങ്ങനെയാണ്? നോഹയിലൂടെയാണ് അവൻ പ്രസംഗിച്ചത്. ആ ആത്മാക്കൾ ഇപ്പോഴെവിടെയാണെന്ന് പത്രോസ് പറയുകയാണ്. അവർ ഇപ്പോൾ തടവിലാണ്. അതായത് ജലപ്രളയത്തിൽ നശിച്ചു പോയ അനുസരണം കെട്ട ആ ജനത, ആ തലമുറ ഇപ്പോൾ തടവിലാണ്. അവർ തടവിലാക്കപ്പെട്ടതിന് ശേഷം അവരോട് ചെന്ന് യേശു ക്രിസ്തു പാതാളത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്നത് ബൈബിൾ വിരുദ്ധമായ പ്രസ്താവനയാണ്. മറിച്ച് നോഹ ജീവിച്ചിരുന്ന സമയത്ത് നോഹയിലൂടെ ദൈവപുത്രൻ തന്നെ ആത്മാവിൽ ചെന്ന് അവരോട് പ്രസംഗിച്ചു. അവരതനുസരിച്ചില്ല. അതുകൊണ്ട് ആ ആത്മാക്കൾ ഇപ്പോൾ തടവിലാണ് എന്നാണ് പത്രോസ് അവിടെ പറയുന്നത്. ഇനി ഇത് അങ്ങനെയല്ല എന്ന് പറയുന്നവർ ആൻസർ ചെയ്യേണ്ടി വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ നോഹ പ്രസംഗിച്ചത് വെറുതെ ആയിരുന്നു? നോഹയെ വെച്ച് ദൈവം വെറും നാടകം കളിക്കുകയായിരുന്നു? നോഹ ദൈവാത്മപ്രേരിതനായിട്ടല്ലേ പ്രസംഗിച്ചത്? അതോ നോഹ പ്രസംഗിച്ചിട്ട് ശരിയാകാത്തത് കൊണ്ടാണോ ദൈവോത്തരം വീണ്ടും പോയി അവരോട് പ്രസംഗിച്ചത്? അപ്പം നോഹയുടെ പ്രസംഗം ആത്മപ്രേരിതമല്ലായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യത്തിനാണ് ആദ്യം ആൻസർ ചെയ്യേണ്ടത്. രണ്ടാമത്, അവൻ ആത്മാവിൽ ചെന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്നുള്ള നിലയിൽ അല്ലേ 18 വാക്യം ചേർത്ത് വാക്യം മനസ്സിലാകുന്നത്? ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു, ആത്മാവിൽ അവൻ ചെന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കല്ലറയിലിരിക്കുന്ന സമയമായിട്ട് അത് കറക്റ്റ് ആകുന്നത്? അതെങ്ങനെ ശരിയാവും? അടുത്തത്, മൂന്നാമത്തെ ആൻസർ ചെയ്യേണ്ടി വരിക, മൂന്നാമത് തിരിച്ചുള്ള നിലയിൽ പഠിപ്പിക്കുന്നവർ, അത് നോഹയുടെ കാലത്തല്ല, യേശുക്രിസ്തു മരിച്ച് കല്ലറയിൽ ഇരിക്കുമ്പോൾ തന്നെ ആണ് പോയി പ്രസംഗിച്ചതെന്ന് പറയുന്നവർ അങ്ങനെ പഠിപ്പിക്കുന്നുവെങ്കിൽ അവർ ആൻസർ ചെയ്യേണ്ടി വരുന്ന അടുത്തൊരു ചോദ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ നോഹയുടെ കാലഘട്ടത്തിൽ മരിച്ചവരോട് മാത്രം ദൈവത്തിന് എന്താണ് പക്ഷപാതമുണ്ടോ? അവർക്ക് മാത്രം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയുന്നത് ശരിയെങ്കിൽ നോഹയുടെ ജലപ്രളയ ശേഷവും എത്രയോ പേര് മരിച്ചു. അവർക്ക് ആർക്കും കൊടുക്കാത്ത ഒരു രണ്ടാം ചാൻസ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ നോഹയുടെ പ്രളയത്തിൽ മരിച്ചവരോട് ദൈവം മുഖപക്ഷം കാണിക്കുന്നത് എന്തുകൊണ്ട്? മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നില്ല? ദൈവം മുഖപക്ഷമുള്ളവനാണോ?
അതിന് ആൻസർ ചെയ്യേണ്ടി വരും. 3, മരിച്ചവരോട് സുവിശേഷം പറയുന്ന ഒരു കാര്യം വിശുദ്ധ ബൈബിളിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? മരിച്ചവൻ വന്ന് പറയുന്ന സുവിശേഷവും മരിച്ചവരോട് പറയുന്ന സുവിശേഷവും, അങ്ങനെ ഒരു കാര്യം വിശുദ്ധ ബൈബിളിൽ ഒരിടത്തുമില്ല. ആ ഒരു ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വാക്യങ്ങളും നമുക്ക് ബൈബിളിലില്ല. യേശുക്രിസ്തു ആയതുകൊണ്ട് മരിച്ചവരോട് പോയി സുവിശേഷം പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഈ നോഹയുടെ ജലപ്രളയത്തുള്ളവരോട് മരിച്ചവരോട് മാത്രം എന്തുകൊണ്ട്, നോഹയ്ക്ക് ശേഷം യേശുക്രിസ്തു വരെ മരിച്ച ആളുകളോട് എന്തുകൊണ്ട് യേശുക്രിസ്തു സുവിശേഷം പറഞ്ഞില്ല? അതിന് നമുക്ക് ആൻസർ ഉണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന 3-4 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ആൻസർ ഇല്ല എങ്കിൽ, നോഹയുടെ ജലപ്രളയകാലത്ത് അല്ല, യേശു ക്രൂശിൽ മരിച്ച് കല്ലറയിലിരിക്കുന്ന ബോഡി ഇരിക്കുമ്പോഴാണ് പോയി പാതാളത്തിൽ പോയി പ്രസംഗിച്ചതെന്ന് പറയുന്നത് അബദ്ധമാണ്. എന്നാൽ ഈ വേദഭാഗം വ്യക്തമായും കൃത്യമായും അത് വായിച്ചാൽ യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ മറ്റ് പോർഷൻസുമായി കോൺട്രഡിക്റ്റ് ചെയ്യാതെ കണ്ട ഒരു വ്യാഖ്യാനം, ഒരു പഠനമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നോഹയിലൂടെ ദൈവപുത്രൻ ജലപ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച തലമുറയോട് ആത്മാവിൽ ദൈവപുത്രൻ തന്നെയായിരുന്നു പ്രസംഗിച്ചത്. നീതിപ്രസംഗിയായ നോഹ എന്ന് പറയുന്നത് നോഹയിലൂടെ ദൈവപുത്രൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പഠനം ജഡധാരണത്തിന് മുൻപ് ദൈവപുത്രൻ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഈ വേദഭാഗത്ത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പഴയ നിയമ വിശുദ്ധന്മാരിലൂടെ ദൈവപുത്രൻ ആത്മാവിൽ പാപികളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു, ജനത്തോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഓരോ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരിലൂടെയും അതുപോലെ ദൈവദാസന്മാരായ ഓരോ വ്യക്തികളിലൂടെയും ദൈവപുത്രൻ തന്നെയായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അതാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ദൈവപുത്രൻ ചെയ്തിരുന്നൊരു പ്രവൃത്തിയായിരുന്നു. ഭൂമിയിൽ ആത്മാവിൽ അവൻ വന്ന് പലരോടും പല ജനതയോടും പല കാലഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ ബൈബിളിലെ പ്രവാചകന്മാരിലൂടെയാണ് അത് ചെയ്തു പോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേറൊരു വേദഭാഗം വായിക്കാം. അവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം തന്നെ 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടു. ഇതിനോട് ചേർത്ത് എബ്രായലേഖനം 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നത് നല്ലതാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവം തനിക്ക് ജനത്തോട് പറയുവാനുള്ള കാര്യങ്ങൾ ഓരോ കാലഘട്ടങ്ങളിൽ സംസാരിക്കുകയായിരുന്നു. അത് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സ്വന്തം ഇഷ്ടത്തിൽ സംസാരിച്ചു എന്ന് അതിനർത്ഥമില്ല. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് മാത്രമാണ് പുത്രൻ മുഖാന്തരം സംസാരിച്ചതെന്നും അതിനർത്ഥമില്ല. കാരണം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചതും പുത്രൻ്റെ ആത്മാവിനാലാണ്. പ്രവാചകന്മാരിൽ വ്യാപരിച്ചതും ദൈവപുത്രൻ്റെ ജ്ഞാനം തന്നെയാണ്, ദൈവപുത്രൻ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യമാണ്
അങ്ങനെ ഒരു കാര്യമാണ് ഈ വേദഭാഗത്ത് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ, പ്രവാചകന്മാർ അവർക്ക് ലഭിച്ച അരുളപ്പാടുകൾ ജനത്തോട് പറയുകയോ അത് രേഖയാക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് സംശയങ്ങളുണ്ടാകാം. അങ്ങനെ ഉണ്ടായ ഒരു സംശയമാണ്, ദൈവം ഒരു രക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നു, വരാനിരിക്കുന്ന ഒരു രക്ഷയെക്കുറിച്ച്. ആ രക്ഷ ആർക്കാണ്, ഏത് കാലഘട്ടത്തിലുള്ളവർക്കാണ്, അത് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ അവർ ചിന്തിച്ചു, അവരാരാഞ്ഞു നോക്കി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൻ്റെ 53-ാം അധ്യായം രേഖയാക്കുമ്പോൾ, അധ്യായമൊക്കെ പിന്നീട് വന്നതാണെങ്കിലും ആ ഭാഗം രേഖയാക്കുന്ന നിമിഷം പ്രവാചകൻ്റെ ഉള്ളിൽ തോന്നുകയാണെന്ന് വിചാരിക്കുക, ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് ഏത് കാലഘട്ടത്തിലുള്ള ജനതയോടാണ് പറയുന്നത്? ഇത് ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ഒരു രക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നുമ്പോൾ പ്രവാചകൻ ഇത് ആരാഞ്ഞന്വേഷിച്ചു. അപ്പം ആരാഞ്ഞന്വേഷിച്ചപ്പോൾ പ്രവാചകന്മാർക്ക് അത് ഏത് കാലത്തിലുള്ളവർക്ക്, ഏത് സമയത്തിലുള്ളവർക്ക്, അത് എങ്ങനെയുള്ളവർക്കെന്ന് അവരാരാഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന രക്ഷ അവരുടെ കാലഘട്ടത്തിൽ അവർക്കുള്ളതല്ല. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് രക്ഷയില്ലെന്നല്ല, എന്നാൽ പ്രവാചകന്റെ കാലത്ത് അത് സംഭവിക്കാനുള്ളതല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. എന്ത് കാര്യങ്ങൾ? ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ. മനസ്സിലായോ? കർത്താവിൻ്റെ കഷ്ടങ്ങളെക്കുറിച്ചും പീഡാനുഭവങ്ങളെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ഒക്കെ മുൻകൂട്ടി അവർ പറയുകയും എഴുതുകയും ചെയ്യേണ്ടി വന്നപ്പോൾ അവരതിൻ്റെ സമയവും അത് ആർക്ക് വേണ്ടിയിട്ട് എപ്പോൾ നടക്കേണ്ടതാണെന്നൊക്കെ അവർ അന്വേഷിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, അത് അവരുടെ കാലഘട്ടത്തിൽ വേണ്ടിയല്ല. തങ്ങളാ ശുശ്രൂഷ ചെയ്യുന്നത് അത് നിങ്ങൾക്കായിട്ടത്രേ. പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 1-ാം നൂറ്റാണ്ടിലെ സഭകൾ സ്ഥാപിതമായ കാലഘട്ടത്തെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അവർ ഈ കാലഘട്ടത്തിലെ ജനത്തിന് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെ വെളിപ്പെട്ടു? അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ആരാഞ്ഞന്വേഷിച്ചപ്പോൾ. ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവാചക ശുശ്രൂഷ എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെക്കുറിച്ച് സാക്ഷീകരിച്ചപ്പോൾ പ്രവാചകന്മാർക്ക് അത് സാക്ഷീകരിക്കുവാനുള്ള കൃപ കൊടുത്തതും അതാരാഞ്ഞന്വേഷിച്ചത് തങ്ങൾക്കല്ല എന്ന് മനസ്സിലാക്കി അത് ഗ്രഹിക്കുവാൻ പ്രവാചകന്മാരെ അന്ന് സഹായിച്ചതും ക്രിസ്തുവിൻ്റെ ആത്മാവ് അഥവാ ദൈവപുത്രൻ താൻ തന്നെയാണ്. അപ്പോൾ ദൈവപുത്രൻ ആത്മാവിൽ ചെയ്ത ശുശ്രൂഷകളിൽ മറ്റൊന്ന്, അല്ലെങ്കിൽ ചെയ്ത പ്രവർത്തികളിൽ മറ്റൊന്ന്, പഴയ നിയമ പ്രവാചകന്മാർ ചെയ്യുന്ന ശുശ്രൂഷ, അതിൽ ദൈവപുത്രൻ്റെ കഷ്ടാനുഭവങ്ങളെയും പിൻവരുന്ന മഹിമയെക്കുറിച്ച് അവരെ കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷം അത് അവരൊരു ശുശ്രൂഷയായിട്ട് ചെയ്യുകയാണെന്നും അത് അവരുടെ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതല്ല എന്നും അവരെ ബോധിപ്പിച്ചു കൊടുക്കുന്ന പ്രവൃത്തി ആത്മാവിൽ ദൈവപുത്രൻ അവരിലൂടെ ചെയ്യുകയായിരുന്നു. അപ്പോൾ ദൈവപുത്രൻ ജഡം ധരിച്ച് ഭൂമിയിൽ വരുന്നതിന് മുൻപ് ദൈവവചനത്തിലെ സത്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും കഷ്ടാനുഭവവും മുതലായ സത്യങ്ങൾ വെളിപ്പാടുകളായി പ്രവാചകന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, ആ വെളിപ്പാടുകളിൽ അന്തർലീനമായിരിക്കുന്ന സത്യങ്ങൾ പ്രവാചകന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നത് യേശുക്രിസ്തു
അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ ജഡധാരണത്തിന് മുൻപ് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയാണ്. ഇതാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമതായിട്ട്, അഥവാ നമ്മൾ മൊത്തത്തിൽ നോക്കി വരുന്നതിൽ ഏഴാമതായിട്ട്, യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിന് മുൻപുള്ള പ്രവൃത്തികൾ എന്നുള്ള ഹെഡിങ്ങിന് കീഴിൽ ഏഴാമതായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ മൂന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, യഹോവയുടെ ദൂതൻ എന്നുള്ള നിലയിൽ ദൈവപുത്രൻ്റെ പ്രവൃത്തികളാണ്. യഹോവയുടെ ദൂതൻ എന്നുള്ള ഒരു പ്രയോഗത്തിലൂടെ വിശുദ്ധ തിരുവെഴുത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ദൈവപുത്രനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യഹോവയുടെ ദൂതൻ എന്ന് സാമാന്യ ദൂതന്മാരെയും വിളിച്ചിട്ടുണ്ട് ബൈബിളിൽ. അപ്പോൾ ഇങ്ങനെ യഹോവയുടെ ദൂതൻ എന്ന് എവിടെ കണ്ടാലും അവിടെയെല്ലാം ദൈവപുത്രനാണെന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. എന്നാൽ ദൈവപുത്രൻ ആണ് ആ യഹോവയുടെ ദൂതൻ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വേദഭാഗങ്ങളെ മാത്രമാണ് നമ്മൾ ആ കാറ്റഗറിയിൽ പെടുത്തുന്നുള്ളൂ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, യഹോവയുടെ ദൂതൻ എന്ന് പറയുകയും അല്പം കഴിയുമ്പോൾ അത് യഹോവ തന്നെയാണെന്ന് വെളിപ്പെടുകയും ചെയ്യുന്ന വേദഭാഗങ്ങൾ. അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുകയും ജനത്തോട് സംസാരിക്കുമ്പോൾ യഹോവ അരുളി ചെയ്യാൻ, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രം അരുളി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അരുളി ചെയ്യുന്ന ദൂതൻ. അപ്പോൾ അത്തരം വേദഭാഗങ്ങളെ മാത്രമാണ് നമ്മൾ ഈ പഠനത്തിൽ തിയോഫനീസ് എന്നുള്ള നിലയിൽ ഉൾപ്പെടുത്തുന്നത്. തിയോഫനീസ് എന്ന വാക്ക് പറയുമ്പോൾ, തിയോഫനീസിൻ്റെ വാക്ക് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവത്തിൻ്റെ പ്രത്യക്ഷതകൾ എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബൈബിളിൽ ധാരാളം സ്ഥലങ്ങളിൽ തിയോഫനീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ അറിയാതെയെങ്കിലും തിയോഫനീസ് എന്ന പദത്തിന് പകരം തിയോഫനീസിൻ്റെ പോർഷൻസ് എടുത്ത് പഠിപ്പിക്കുമ്പോൾ അവർ ക്രിസ്റ്റോഫനീസ് എന്ന് പറയാറുണ്ട്. അത് തിയോളജിക്കലി ശരിയല്ല. അതിന് കാരണം, പഴയ നിയമ വേദഭാഗങ്ങളിൽ, പഴയ നിയമത്തിൻ്റെ എഴുത്തുകളിൽ ദൈവപുത്രൻ്റെ വെളിപ്പാടുകൾ എവിടെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ദൈവപുത്രൻ പ്രത്യക്ഷനായെന്നോ, അല്ലെങ്കിൽ യഹോവയുടെ ദൂതൻ എന്നുള്ളതിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ടോ ഒക്കെ പറയുന്ന രംഗങ്ങളെ ക്രിസ്റ്റോഫനീസ് എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, യേശുക്രിസ്തു എന്ന പേരിൽ ദൈവപുത്രൻ ജഡത്തിൽ വന്നതിന് ശേഷം, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷമുള്ള ദൈവപുത്രൻ്റെ പ്രത്യക്ഷതകളെയാണ് ക്രിസ്റ്റോഫനീസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ക്രിസ്തു എന്നുള്ള നിലയിൽ ദൈവപുത്രൻ വെളിപ്പെടുന്നതിന് മുൻപുള്ള ദൈവപുത്രൻ്റെ പ്രത്യക്ഷതകളെ തെയോഫനീസ് എന്ന് മാത്രമേ നമുക്ക് സംബോധന ചെയ്യാനായി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ക്രിസ്തു അതുവരെ വെളിപ്പെട്ടിട്ടില്ല. ക്രിസ്തു എന്നുള്ള നിലയിൽ ദൈവപുത്രൻ വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് ദൈവം തന്നെയാണെന്ന് വെളിപ്പെടുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യക്ഷതകളായിട്ടാണ് ആ വേദഭാഗങ്ങളെ വേദപണ്ഡിതർ, യഥാർത്ഥത്തിൽ വചനം പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ദൈവദാസന്മാർ ഉപയോഗിക്കുന്ന പേര് തെയോഫനീസ് എന്നാണ്. ദൈവത്തിൻ്റെ പ്രത്യക്ഷതകളാണ്. അപ്പോൾ തെയോഫനീസ് നമ്മൾ തീരുമാനിക്കുന്നത്, യഹോവയുടെ ദൂതൻ എന്നൊരു വാക്ക് എവിടെയെങ്കിലും കണ്ടാൽ അപ്പം തന്നെ അവിടെ തെയോഫനി എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. യഹോവയ്ക്ക് കോടിക്കണക്കിന് ദൂതന്മാർ ദൈവത്തിനുണ്ട്. അതിലേതെങ്കിലും ദൂതനെക്കുറിച്ചായിരിക്കും അവിടെ പറയുന്നത്. എന്നാൽ വളരെ പർട്ടിക്കുലറായിട്ട് ആ യഹോവയുടെ ദൂതൻ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് സംബോധന ചെയ്യുകയും പിന്നീട് ആ പോർഷൻ നമ്മൾ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുമ്പോൾ അത് ദൈവം തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ യഹോവ തന്നെ ആയിരുന്നു, യഹോവയാണ് അരുളി ചെയ്യുന്നത്, യഹോവയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പോർഷൻസിനെ മാത്രമാണ് നമ്മൾ തെയോഫനീസിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പാടുള്ളൂ. അത് മാത്രമേ നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുള്ളൂ. തെയോഫനീസ് നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെടുന്നതിന് മുൻപുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകളാണ് തെയോഫനീസ്.
ഞാൻ ഈ ഭാഗങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളിൽ അനേകരും ചിന്തിച്ചു വച്ചിരിക്കുന്നത് ദൈവപുത്രൻ ഭൂമിയിൽ വന്നത് ഈ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിലൂടെ ജഡശരീരത്തിൽ ഭൂമിയിൽ കുഞ്ഞായി ജനിച്ചതിന് ശേഷം ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത് എന്ന് ചിന്തിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. അങ്ങനെയല്ല. ദൈവപുത്രൻ അതിനു മുൻപും പല പ്രാവശ്യം പല നിലകളിൽ ഈ ഭൂമിയിൽ വരികയും ഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭൂമിയിൽ വരികയും ഭൂമിയിൽ സഞ്ചരിക്കുകയും ചെയ്ത സന്ദർഭങ്ങളാണ് അതിൽ പ്രത്യക്ഷമായ തെളിവോടുകൂടെ കാഴ്ചയ്ക്ക് വിഷയീഭവിച്ച് സന്ദർശനം നടത്തിയ സഞ്ചരിച്ച സന്ദർഭങ്ങളെയാണ് നമ്മൾ തെയോഫനീസ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ മനുഷ്യ ശരീരത്തിൽ ഒരിക്കൽ പ്രത്യക്ഷനായ അല്ലെങ്കിൽ മറിയത്തിൻ്റെ ഉദരത്തിലൂടെ കയറി ഇറങ്ങി ഭൂമിയിൽ ശിശുവായി ജനിച്ചപ്പോൾ മാത്രമാണ് ദൈവപുത്രൻ ഭൂമിയിൽ ആദ്യമായി വന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് വലിയ മണ്ടത്തരമാണ്. അങ്ങനെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നില്ല. വിശുദ്ധ തിരുവെഴുത്ത് സൂക്ഷ്മമായി പഠനം നടത്തിയാൽ ദൈവപുത്രൻ പല ആവർത്തി പല നിലകളിൽ ഈ ഭൂമിയിൽ വരികയും സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമാകുമ്പോൾ അത് ദൃശ്യമായ സന്ദർഭങ്ങളാണ് തെയോഫനീസ്. തെയോഫനീസിനെ നമ്മൾക്ക് മൂന്നായിട്ടാണ് തിരിക്കാൻ പറ്റുന്നത്, 3 നിലകളിൽ. അതിലൊന്ന് എൻ്റെ പഠനത്തിലാണ് ഞാൻ ഈ 3ആയിട്ട് ഇത് തിരിച്ചിരിക്കുന്നത്. വേറെ പലരും വേറെ നിലകളിലായിരിക്കും ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഞാനെന്താണെങ്കിലും തെയോഫനീസിനെ 3ആയിട്ടാണ് തിരിക്കുന്നത്. അതിലൊന്നാമത്തത് യഹോവയുടെ ദൂതൻ എന്ന പേരിലുള്ള പ്രത്യക്ഷതകൾ. പ്രധാനമായും 3 വേദഭാഗത്താണ് അത് വളരെ വ്യക്തമായിട്ടുള്ളത്. ആ 3 വേദഭാഗങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതാണ്. 2, യഹോവയുടെ തന്നെ ദൃശ്യമാകുന്നതും അപ്പോൾ തന്നെ ചില ഭൗതിക വസ്തുക്കളോട് തുലനപ്പെടുത്തി പറയുന്ന പ്രത്യക്ഷതകൾ. നമുക്ക് തുലനാത്മക പ്രത്യക്ഷതകൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ തെയോഫനീസിൽ തുലനാത്മക പ്രത്യക്ഷതകളിലൂടെയും ദൈവം വെളിപ്പെട്ടിട്ടുണ്ട്. അത്തരം തെയോഫനീസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3, യഹോവയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യ ശരീര രൂപത്തിലുള്ള പ്രത്യക്ഷതകൾ. അല്ലെങ്കിൽ യഹോവയുടെ മനുഷ്യ ശരീര രൂപത്തിലുള്ള പ്രത്യക്ഷതകൾ. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ലോഗോസ് ജഡമായി തീർന്നു വരുന്നതിന് മുൻപും ദൈവപുത്രൻ മനുഷ്യ ശരീര രൂപത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്, പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യ ശരീര രൂപത്തിലുള്ള പ്രത്യക്ഷതകൾ. അപ്പോൾ യഹോവയുടെ ദൂതൻ, 1 യഹോവയുടെ ദൂതൻ, 2 തുലനാത്മക പ്രത്യക്ഷതകൾ, 3 മനുഷ്യ ശരീര രൂപത്തിലുള്ള പ്രത്യക്ഷതകൾ. അതിലൊന്നാമത്തേത് നമുക്ക് നോക്കാം. യഹോവയുടെ ദൂതൻ എന്ന പേരിൽ ഉള്ളത്. എനിക്ക് മുൻപ് ഇവിടെ ക്രിസ്റ്റോളജി പഠിപ്പിച്ച ദേവദാസൻ, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാനൊന്ന് പോയി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ നല്ല നിലയിൽ ഈ തിയോഫനി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ആ വിഷയത്തിലൂടെ ഒന്ന് കടന്നു പോയതാകുന്നു. അത് റിപ്പീറ്റേഷൻ വരുമ്പോൾ ആളുകൾക്ക് ഒരു വിഷമമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ പോർഷനും എടുത്ത് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അദ്ദേഹം ഏതാണ്ട് ഓരോ പോർഷൻസും എടുത്ത് വിശദീകരിച്ചിട്ടുണ്ട് താനും. അപ്പോൾ ഞാൻ ആ വേദഭാഗങ്ങളൊന്ന് വായിച്ച് കടന്നു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത് യഹോവയുടെ ദൂതൻ എന്ന പേരിലുള്ള പ്രത്യക്ഷത. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം വായിച്ചാൽ 7 മുതൽ 13 വരെയുള്ള വേദഭാഗത്ത് യഹോവയുടെ ദൂതൻ എന്നുള്ള നിലയിൽ ഉള്ള പ്രത്യക്ഷത കാണാം. ഇത് ഹാഗാറിൻ്റെ മുന്നിൽ, ഹാഗാർ മരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പോയിരിക്കുമ്പോൾ ഹാഗാറിൻ്റെ മുന്നിൽ ദൈവമായി യഹോവ പ്രത്യക്ഷപ്പെടുന്ന രംഗമാണത്. അവിടെ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു തുടങ്ങുകയും അല്പം കഴിയുമ്പോൾ യഹോവ ഹാഗാറിനോട് സംസാരിക്കുന്നതായിട്ട് ഹാഗാറിന് ബോധ്യപ്പെടുകയും ഹാഗാർ പ്രത്യക്ഷമായവനെ കുറിച്ച് പറയുമ്പോൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ഹാഗാർ സംസാരിക്കുകയും ആ സ്ഥലത്ത് വെച്ച് ഹാഗാർ ദൈവത്തിനൊരു പേര് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൂതനെ അങ്ങനെ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. അപ്പം ഹാഗാർ തീർച്ചയായിട്ടും അവിടെ സംബോധന ചെയ്യുന്നത് യഹോവയെ തന്നെയാണ് എന്ന് നമുക്ക് ആ വേദഭാഗം ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകുന്നുണ്ട്.
അപ്പോൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു, ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അപ്പോൾ വന്നത് ദൂതൻ, കണ്ടത് എൽറോയ്, ഓൾ സീയിങ് ഗോഡ്. അതാണ് അവിടെ ആ പോർഷൻ നമ്മൾ വിശദമായി മനസ്സിലാക്കുമ്പോൾ ഹാഗാറിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് യഹോവ തന്നെയായിരുന്നു. യഹോവയുടെ ദൂതൻ എന്ന പേരിൽ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുകയും അവിടെ ദൈവപുത്രൻ്റെ പഴയ നിയമത്തിലെ ഒരു പ്രത്യക്ഷത, അത് തിയോഫനിയാണ്, ദൈവപുത്രൻ്റെ പ്രത്യക്ഷത തന്നെ ആണ്, ദൈവപുത്രൻ്റെ അപ്പിയറൻസ് ആണ് അവിടെ നമ്മൾ കണ്ടത്. ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യങ്ങളിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു പ്രത്യക്ഷതയെക്കുറിച്ച് കാണുന്നുണ്ട്. മനോഹയുടെ മുന്നിലുള്ള പ്രത്യക്ഷതയാണത്. അപ്പോൾ മനോഹ പറയുന്നുണ്ട്, മനോഹ അവിടെ പറയുന്നു, മനോഹയും ഭാര്യയും പറയുന്നത് ഞങ്ങൾ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞാണ്, യഹോവയെ കണ്ടു എന്ന് പറഞ്ഞാണ് അവർ ഭയപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. പ്രത്യക്ഷപ്പെട്ടത് യഹോവയുടെ ദൂതനാണ് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ബോധ്യമാണ്, അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ദൂതനാണെങ്കിലും അവർ മനസ്സിലാക്കിയത്, അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അത് യഹോവ തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ ഭയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. സോറി 6-ാം അധ്യായത്തിൽ മനോഹയുടെ മുന്നിലല്ലത് പ്രത്യക്ഷപ്പെടുന്നത്, ഗദയോൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിലാണ്. യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി എന്ന് 12-ാം വാക്യത്തിൽ പറയുകയും 14-ാം വാക്യത്തിൽ വരുമ്പോൾ യഹോവ അവനെ നോക്കി എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. പ്രത്യക്ഷനായവൻ നോക്കിയത് യഹോവ തന്നെയാണ് നോക്കിയതെന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, യഹോവയുടെ ദൂതൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും നോക്കിയത് യഹോവ തന്നെയായിരുന്നു. അതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 13-ാം അധ്യായത്തിൽ 3 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. അവിടെ മനോഹയ്ക്ക് പ്രത്യക്ഷമായ രംഗമാണ് 13-ാം അധ്യായത്തിൽ. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല. പിന്നെ പേര് ചോദിക്കുന്നു. അപ്പോൾ പേരിന് മറുപടി പറയുന്നു, എൻ്റെ പേർ ചോദിക്കുന്നു എന്ത്, അത് അതിശയമുള്ളതാകുന്നു എന്ന് പറയുന്നു. 22-ാം വാക്യത്തിൽ 21-ാം വാക്യത്തിൽ യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷമായില്ല, അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞു. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. മനസ്സിലായോ? അവിടെ ആ വേദഭാഗം ശ്രദ്ധിച്ചു വായിച്ചാൽ പ്രത്യക്ഷപ്പെട്ടത് യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നുവെങ്കിലും അവർ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞാണ് അവർ കാര്യങ്ങൾക്ക് വിശദീകരണം പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നും വ്യക്തമാണ്, 9-ാം വാക്യത്തിൽ ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു, ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിലിരിക്കുകയായിരുന്നു. 3-ാം വാക്യത്തിൽ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്. അവിടെയെല്ലാം പ്രത്യക്ഷനായത് യഹോവയുടെ ദൂതനാണെങ്കിലും സംസാരിക്കുന്നതും ഇടപെടുന്നതുമെല്ലാം യഹോവയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ 3 പോർഷൻസാണ് യഹോവയുടെ ദൂതൻ എന്ന പേരിലുള്ള പ്രത്യക്ഷത. അതുകൂടാതെ കണ്ട് ഇസ്രായേലിൻ്റെ മരുഭൂ പ്രയാണത്തിൽ മിസ്രൈം വിട്ടു പോരുമ്പോൾ യഹോവ തൻ്റെ ദൂതനെ അവർക്ക് മുൻപായി അയക്കുന്നു. അവരോടുകൂടെ മരുഭൂ യാത്രയിൽ ഒരു ദൂതൻ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി തിരുവെടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മുൻപാകെ എൻ്റെ ദൂതനെ അയക്കുന്നു, നിങ്ങൾ അവനോട് വിഘടിക്കരുത് എന്ന് പറയുകയും
അവൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരികയില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന വേദഭാഗങ്ങൾ അവിടെയുണ്ട്. പാപം മോചിക്കുവാൻ, പാപം ക്ഷമിക്കാതിരിക്കുവാൻ കഴിയുന്ന, അവൻ നിങ്ങളുടെ പാപങ്ങളെ ശിക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം പാപം ക്ഷമിക്കാതിരിക്കുകയും പാപത്തെ ശിക്ഷിക്കാനും കഴിവുള്ള ദൂതനോ? അതേത് ദൂതനാത്? അപ്പോൾ മരുഭൂ പ്രയാണത്തിൽ ഇസ്രായേൽ ജനതയോട് കൂടെ യഹോവയുടെ സമ്മൂഹദൂതൻ ഉണ്ടായിരുന്നു. ആ ദൂതൻ ഏഞ്ചൽ ഓഫ് ദ ലോർഡാണ്. ദൈവപുത്രൻ്റെ പഴയ നിയമത്തിലെ പ്രത്യക്ഷതകളിൽ ഒന്നാണത്. അവരുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇതിനോട് തത്തുല്യമായൊരു പദപ്രയോഗം. അവരെ അനുഗമിച്ച പാറയിൽ നിന്ന് അത്രേ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ മരുഭൂ പ്രയാണത്തിൽ എങ്ങും അവരൊരു പാറ അനുഗമിച്ചിരുന്നു എന്ന് ചിന്തിക്കുന്ന ചില ദൈവദാസന്മാരുണ്ട്. മറിച്ച് അവർക്ക് വെള്ളം ആവശ്യമുള്ള സമയത്തെല്ലാം വെള്ളം കിട്ടുമാറൊരു പാറ അവർ അന്വേഷിക്കുന്നിടത്തെല്ലാം കണ്ടെത്തിയിരുന്നു എന്ന് പറയുന്ന ദൈവദാസന്മാരുമുണ്ട്. ആഖ്യാനം എന്തു തന്നെയായിരുന്നാലും വ്യാഖ്യാനപരമായി അതിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവപുത്രൻ അവരോട് കൂടെ മരുഭൂ പ്രയാണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അത് ആ രണ്ട് പോർഷൻസും വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. അപ്പം ദൈവദൂതൻ എന്നുള്ള നിലയിൽ, യഹോവയുടെ ദൂതൻ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതകളെ പഴയ നിയമത്തിൽ നമ്മൾ കാണുകയും ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂ പ്രയാണ കാലഘട്ടത്തിൽ അവരോടുകൂടെ ഒരു ദൂതൻ സഞ്ചരിച്ചിരുന്നു എന്നും തിരുവെഴുത്ത് സംശയമില്ലാതെ പറയുന്നു. അത് ദൈവപുത്രൻ താൻ തന്നെ ആയിരുന്നുവെന്ന് പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി കിട്ടുന്നുമുണ്ട്. അടുത്തതായി, യഹോവയുടെ ദൃശ്യമാകുന്നതും അപ്പോൾ തന്നെ ചില ഭൗതിക വസ്തുക്കളോട് തുലനപ്പെടുത്തിയുള്ള ചില ചിത്രീകരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യക്ഷപ്പെടുന്നതിന് തൊട്ട് മുൻപ് അവിടെ അങ്ങനെ ഒരു സംഗതിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷത നടക്കുമ്പോൾ ദൃശ്യമായിരിക്കുന്ന ഒരു തുലനാത്മകമായ ഒരു പ്രത്യക്ഷത, എന്തെങ്കിലും ഒരു കാര്യത്തോട് തുലനപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പ്രത്യക്ഷത, തിയോഫനിയുടെ ഒരു ഭാഗം തന്നെയാണത്. ദൈവത്തിൻ്റെ അപ്പിയറൻസ് തന്നെയാണത്. അപ്പം മനുഷ്യൻ്റെ ഭാഷയ്ക്ക് വിവരിക്കുവാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തുലനാത്മക പ്രത്യക്ഷതയാണ് അവിടെയെല്ലാം സംഭവിക്കുന്നത്. എഴുത്തുകാർ അങ്ങനെയാണ് എല്ലാം തുലനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ്റെ ഭാഷയിലാണ്. മനുഷ്യൻ്റെ വൊക്കാബുലറീസാണ് അതിൽ വരുന്നത്, വാക്കുകളാണ് അതിൽ വരുന്നത്, മനുഷ്യൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് അതിൽ വരികയുള്ളൂ. അപ്പം കാഴ്ച എന്തായിരുന്നു എന്ന് എഴുത്തുകാരൻ വിശദീകരിക്കുമ്പോൾ അതിൽ ചില തുലനാത്മകമായ ചില വസ്തുമയമായ തുലനാത്മകതകൾ കയറി വരുന്നു. അത്തരം തിയോഫനീസ് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ കത്തുന്ന മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ അത് വെന്തു പോകുന്നില്ല, ചാരമായി പോകുന്നില്ല. അതിനു മുൻപ് അങ്ങനെ ഒരു കാഴ്ച അവിടെയെങ്ങുമില്ല. മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് യഹോവ മോശയോട് അരുളി ചെയ്തെന്നും മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ദൂതനാണ് സംസാരിച്ചതെന്നും 2 രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രത്യക്ഷത യഹോവയുടെ ദൂതൻ്റെ ആണെങ്കിലും പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടത് യഹോവ തന്നെയായിരുന്നുവെന്ന് ആ പോർഷനുകൾ നമുക്ക് വ്യക്തമാണ്. അടുത്തത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അത് 33-ാം അധ്യായത്തിന് 9-ഉം 10-ഉം വാക്യങ്ങളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, പുറപ്പാട് പുസ്തകം തന്നെ 33-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അഗ്നി മേഘ സ്തംഭങ്ങളെയാണ് നമ്മൾ അവിടെയെല്ലാം കാണുന്നത്. അതായത് പഴയ നിയമത്തിൽ ദൈവപുത്രൻ ഇസ്രായേൽ ജനത്തെ അനുഗമിച്ചിരുന്നത് അവർക്ക് സംരക്ഷണമായി, അവർക്ക് വെളിച്ചമായും ചൂടിൽ തണുപ്പായും അവരുടെ രക്ഷാകവചമായും അവരുടെ വഴിയാത്രയ്ക്ക് വേണ്ടിയുള്ള മരുഭൂ പ്രയാണത്തിന് വേണ്ടിയുള്ള മാർഗദർശനമായിട്ടും അവരുടെ മുൻപിൽ രാവും പകലും നിന്നിരുന്ന അഗ്നി മേഘത്തൂണുകൾ, അത് ദൈവപുത്രൻ്റെ പഴയ നിയമത്തിലെ പ്രത്യക്ഷതകളുടെ ഒരു രംഗമാണത്. അത് സ്വാഭാവികമായി മരുഭൂമിയിലുള്ള ഒരു സംഭവമല്ലത്, ഒരു കാര്യമല്ല. എന്നാൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ മാത്രം അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ദൈവത്തിൻ്റെ കൺസേൺ ആണത്, ഒരു പ്രോഗ്രാമാണത്. അഗ്നിമേഘ തൂണുകൾ അവരുടെ പാളയത്തിൻ്റെ നടുവിൽ നിൽക്കുക എന്നുള്ളത്. രാത്രിയിൽ അഗ്നിയായും പകൽ മേഘ സ്തംഭമായും.
അപ്പോൾ അവർക്കൊരു AC ക്ലൈമറ്റ് അവിടെ കൊടുത്തുകൊണ്ടേയിരുന്നു. അതുപോലെ അവരുടെ യാത്രകൾക്ക് സഞ്ചാരം എങ്ങോട്ടായിരിക്കണമെന്ന് തീരുമാനിച്ചതും ഈ അഗ്നിമേഘ തൂണുകളാണ്, ഈ സ്തംഭങ്ങളാണ്. അത് ദൈവപുത്രൻ അവരോടുകൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു തിയോഫനിയാണ്. അവിടെ ഇന്നും സീനായ് മരുഭൂമിയിൽ ചെന്നാൽ ഇത് കാണില്ല. അന്ന് മാത്രം, ആ 40 വർഷം മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നത്. മറ്റൊന്ന്, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ 24-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യവുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ദൈവത്തിൻ്റെ പ്രത്യക്ഷത തീയിലിറങ്ങി എന്നും തീ പോലെ എന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യക്ഷത ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ അവിടെ തീയും തീയിലിറങ്ങിയും തീ പോലെയും എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് വിവരിക്കുമ്പോൾ നീലക്കല്ല് പടുത്ത തളം പോലെയെന്നും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയെന്നും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് അവിടെ അങ്ങനെ ഒരു കാഴ്ചയില്ല. ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് അങ്ങനെ 2 കാഴ്ചകൾ മോശയ്ക്ക് ഉണ്ടായത്. അപ്പോൾ ഇതാണ് തുലനാത്മക പ്രത്യക്ഷതകൾ. തിയോഫനീസ് തന്നെയാണ്, പക്ഷെ മനുഷ്യന് വിശദീകരിക്കാൻ കഴിയുന്ന പരിമിതിക്കുള്ളിലേക്ക് ദൈവം തൻ്റെ പ്രത്യക്ഷതകളെ കൊണ്ടുവരുന്നു. അതാണ് അവിടെ നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം വായിക്കുന്നത്. മൂന്നാമതായിട്ട് യഹോവയുടെ മനുഷ്യരൂപത്തിലുള്ള പ്രത്യക്ഷതകൾ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അബ്രഹാം മമ്രയുടെ തോപ്പിൽ കൂടാരമടിച്ച് താമസിക്കുന്ന കാലം വേലാറിയപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞ് 18-ാം അധ്യായം തുടങ്ങുകയും 3 പുരുഷരൂപികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു, അവരുടെ മുൻപിൽ വന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അതിൽ 2 പേർ, ആ പോർഷൻ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആ അധ്യായം വായിച്ചാൽ അതിൽ 2 പേർ ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നുവെന്നും അവർ വൈകുന്നേരമായപ്പോൾ സോദോം ഗൊമോറയിലേക്ക് പോയെന്നും അതിൽ വന്നതിൽ ഒരാൾ ദൈവപുത്രൻ തന്നെയായിരുന്നുവെന്നും അവിടെ നമുക്ക് മനസ്സിലാകുന്നു. കാരണം അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 2 ദൂതന്മാർ പോയതിനു ശേഷം അബ്രഹാം അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയായിരുന്നു, പ്രാർത്ഥന നടത്തിക്കൊണ്ട് സോദോമിൻ്റെ നാശം സംഭവിക്കരുത് എന്ന് പറഞ്ഞു. ഈ കാര്യം കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദന്മാരുമായി ഡിബേറ്റ് നടത്തുമ്പോൾ, സംസാരിക്കുമ്പോൾ, വാദപ്രതിവാദം നടക്കുമ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന അബ്രഹാമിൻ്റെ വിശ്വാസവും അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്നും ഒക്കെ യഹൂദന്മാർ പൊങ്ങത്തരം പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ഈ യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളും അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരുമാണെങ്കിൽ അവൻ എന്നെ കൊല്ലാൻ നോക്കിയില്ല, നിങ്ങളോ എന്നെ കൊല്ലുവാൻ നോക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം, നമ്മളും ചോദിക്കേണ്ടി വരുന്നത്, ഈ അബ്രഹാമിന് എപ്പോഴാണ് യേശുക്രിസ്തുവിനെ കൊല്ലാൻ പാകത്തിന് കിട്ടിയത്? അവൻ എന്നെ കൊല്ലാൻ നോക്കിയില്ലല്ലോ എന്നാണ് കർത്താവ് പറയുന്നത്. അവൻ സൽക്കരിക്കുകയാണ് ചെയ്തത്, അത് കർത്താവ് അവിടെ പറയുന്നില്ല. പക്ഷെ അബ്രഹാം എന്താ ചെയ്തത്? അബ്രഹാമിൻ്റെ മുന്നിൽ ദൈവപുത്രൻ ചെന്നപ്പോൾ സൽക്കരിച്ചു. ഇവരെന്ത് ചെയ്തു? ഇവർ ദൈവപുത്രൻ യഹൂദജാതിയുടെ മുന്നിൽ ചെന്നുമ്പോൾ അവനെ പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഈ താരതമ്യമാണ് യേശുക്രിസ്തു അവിടെ നടത്തുന്നത്. അപ്പോൾ അവിടെ വളരെ വ്യക്തമാണ്, അബ്രഹാമിൻ്റെ മുൻപിൽ അന്ന് മമ്രയുടെ തോപ്പിൽ ചെന്നത് ദൈവപുത്രൻ താൻ തന്നെയായിരുന്നു. ഏത് രൂപത്തിൽ? പുരുഷ രൂപത്തിൽ അവിടെ ചെന്നത് ദൈവപുത്രനായിരുന്നു എന്ന് കർത്താവ് കൺഫേം ചെയ്ത് പറയുക. അതുകൊണ്ട് മനുഷ്യ ശരീര രൂപത്തിലുള്ള പ്രത്യക്ഷത ദൈവപുത്രന് മുമ്പ് നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ കാണുന്നതാണ്. ഇനി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യാക്കോബ് യാബോക്ക് കടവിൻ്റെ തീരത്ത് വെച്ച് അന്ന് രാത്രിയിൽ ഒരു പുരുഷരൂപവുമായി മൽപ്പിടുത്തം നടത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ആ മൽപ്പിടുത്തത്തിൽ നേരം വെളുക്കുന്നത് വരെ യാക്കോബ് മല്ല് പിടിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ ദൈവപുത്രന് യാക്കോബിനെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടൊന്നുമല്ല. നേരം വെളുക്കാറാകുമ്പോൾ പ്രത്യക്ഷപ്പെട്ട യാക്കോബുമായി മല്ല് പിടിച്ച പുരുഷൻ പറയുന്നു, വെളുക്കുന്നു, എന്നെ വിടൂ, എനിക്ക് പോകണം. അപ്പം യാക്കോബ് പറയുന്നു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടുകയില്ല.
അവസാനം ദൈവപുത്രൻ യാക്കോബിൻ്റെ തുടയുടെ തടം തൊടുന്നു. യാക്കോബ് അന്ന് മുതൽ ചട്ടുള്ളവനായിത്തീരുന്നു. അങ്ങനെ യാക്കോബിൻ്റെ പേരൊക്കെ മാറ്റി ഇസ്രായേൽ എന്ന പേരൊക്കെ കൊടുത്ത് ദൈവപുത്രൻ അവിടുന്ന്, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട പുരുഷൻ അവിടുന്ന് പോകുന്നു. ഹോശേയ പ്രവാചകൻ ഈ കാര്യത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം പറയുമ്പോൾ ഹോശേയ പ്രവാചകൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതനായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യാക്കോബ് തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് മല്ലുപിടിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ മനുഷ്യനോടും ദൈവത്തോടും മല്ലുപിടിച്ചവനെന്ന് യാക്കോബിനെ കുറിച്ച് പറയും. യാക്കോബ് ഏത് ദൈവത്തോടാണ് മല്ലുപിടിച്ചത്? അപ്പം അവിടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് ദൈവപുത്രൻ യാക്കോബിൻ്റെ മുന്നിൽ ചെന്ന് യാക്കോബിനെ ചിലത് പഠിപ്പിക്കുവാൻ വേണ്ടി താനുമായി മല്ലുപിടിച്ചതാണ്. അല്ലാണ്ട് യാക്കോബിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ദൈവപുത്രൻ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മനുഷ്യ ശരീര രൂപത്തിലുള്ള പുരുഷ രൂപത്തിലുള്ള ഒരു പുരുഷൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷ രൂപത്തിലുള്ള പ്രദുഷതകളും അതിലൂടെ കൂട്ടായ്മയും അവനെ ചിലത് പഠിപ്പിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ ഇസ്രായേൽ എന്ന ജനതയെ ഉളവാക്കുവാൻ ദൈവം ശ്രമിക്കുമ്പോൾ അവിടെ ദൈവപുത്രൻ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന് യാക്കോബുമായി ഇടപെട്ടു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു, അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി, അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. 3 വാക്യത്തിൽ അവൻ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു, തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി. അപ്പോൾ അവിടെ 2 പദങ്ങളും ചേർത്ത് പോയി. അവൻ ദൈവത്തോട് പൊരുതി, ദൂതനോട് പൊരുതി. അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട യാക്കോബുമായി യാബോക്ക് കടവിൽ വെച്ച് മല്ലടിച്ച ആ പുരുഷരൂപി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവപുത്രൻ്റെ പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളിലുള്ള ഒരു പ്രത്യക്ഷതയാണ്. അതുകൊണ്ട് അത് തെയോഫനി തന്നെയാണ്, തെയോഫനീസിൽ പെടുന്നതാണ് പുരുഷരൂപത്തിൽ ഉള്ള പ്രത്യക്ഷത. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ ഈ 3 പേരെയും രാജാവ് തീയിലേക്ക് തള്ളിയിടുന്നു, കെട്ടി അവരെ തീയിലിടുന്നു. ചൂള 7 ഇരട്ടി ചൂടിൽ കത്തിച്ചതിന് ശേഷം കൊണ്ടിടാൻ പോയവർ പോലും ചൂടടിച്ച് അവർ വെന്തുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. ആ ഫർണസിനുള്ളിൽ അല്പം കഴിയുമ്പോൾ രാജാവ് കാണുന്ന കാഴ്ച 4ാമതൊരുവൻ നടക്കുന്നു പുരുഷരൂപത്തിൽ. അപ്പം ആ വേദഭാഗത്ത് നിന്ന് വ്യക്തമാണ് അത് ദൈവപുത്രൻ്റെ പ്രത്യക്ഷതയാണ്. ദൈവപുത്രനാണ് അവിടെ ശദ്രക്, മേശക്, അബേദ്നെഗോയോട് കൂടെ തീയിൽ ഇറങ്ങി വന്ന് അവരെ വിടിവിച്ചത്, അവരെ രക്ഷിച്ചത്. ഒരു സംശയം ആ കാര്യത്തിലില്ല. രാജാവ് ചോദിക്കുന്നു, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നു ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല, 4ാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 3 പേരുടെ രൂപം അവരെ കേവലം മനുഷ്യന്മാരായിട്ട് തന്നെ രാജാവ് മനസ്സിലാക്കുന്നു. 4ാമത്തവൻ്റെ രൂപത്തിന് തീയിൽ നടക്കുമ്പോൾ എന്തോ പ്രത്യേകത രാജാവിന് തോന്നി. അപ്പോൾ ദൈവപുത്ര രൂപം, ഒരു പുരുഷരൂപം, ഒരു മനുഷ്യരൂപം, അതിൽ രാജാവ് തീയില ഒരാളെ കണ്ടു, 4ാമനെ കണ്ടു. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യെരിഹോ പട്ടണം എങ്ങനെ പിടിക്കണമെന്നറിയാതെ യോശുവ ഇങ്ങനെ നിൽക്കുമ്പോൾ അതാ യോശുവയുടെ മുൻപിൽ ഊരിപ്പിടിച്ച വാളുമായി ഒരു സർവ്വസൈന്യാധിപൻ പ്രത്യക്ഷപ്പെടുന്നു. യോശുവ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ അതോ ശത്രുപക്ഷക്കാരനോ? വന്ന പുരുഷരൂപി യോശുവയോട് പറയുന്നു, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി വന്നിരിക്കുന്നു. യോശുവ അപ്പം തന്നെ കവണ്ണു വീണ് വന്ന ആ ദൈവ പുരുഷ രൂപത്തെ കർത്താവേ എന്ന് വിളിച്ച് നമസ്കരിച്ച് ആരാധിക്കുന്നു.
കർത്താവിന് എന്നോട് പറയുവാനുള്ളത് എന്ത് എന്നാണ് യോശുവനെ ചോദിക്കുന്നത്. അവിടെ യോശുവയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട സൈന്യാധിപനായി വന്നവൻ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിലുള്ള ഒരു പ്രത്യക്ഷതയാണ്. അതുകൊണ്ട് അതൊരു തിയോഫനിയാണ്. ഒരാൾ രൂപത്തിലാണ് യോശുവയുടെ മുൻപാകെ വന്നത്. അപ്പം ഈ ആൾ രൂപത്തിൽ, അപ്പോൾ നമ്മളിവിടെ കണ്ട വേദഭാഗങ്ങളിലെല്ലാം പുരുഷ രൂപത്തിൽ, ദൈവപുരുഷ രൂപത്തിൽ, ആൾ രൂപത്തിൽ, ഈ രൂപങ്ങളിലെല്ലാം ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ച്, ലോഗോസ് ജഡമായി മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിൽ എത്തുന്നതിന് മുൻപ് മനുഷ്യരൂപ സാദൃശ്യത്തിലുള്ള പ്രത്യക്ഷതകൾ നടത്തിയതിൻ്റെ തെളിവുകളാണത്. അപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇതൊക്കെ ദൈവപുത്രനാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? ഇതൊക്കെ ദൂതന്മാരായിക്കൂടെ? ദൈവത്തിന് ധാരാളം ദൂതന്മാരില്ലേ, അതിൽ ചില ദൂതന്മാർ ഇങ്ങനെ വന്നുകൂടെ എന്ന്. ദൂതന്മാരാണ് വന്നതെങ്കിൽ യഹോവ പ്രത്യക്ഷപ്പെട്ടുവെന്നും യഹോവയാണ് സംസാരിച്ചതെന്നും അവിടെ എഴുതില്ല. രണ്ട്, ദൈവത്തിൻ്റെ പ്രത്യക്ഷതകളെ കുറിച്ച് പറയുന്ന കൂടത്തിൽ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടുന്ന ആരാധന ഈ ദൂതന് കൊണ്ട് ആരും കൊടുക്കില്ല. മനസ്സിലായോ? ഇവിടെ യോശുവ കവണ് വീണ് ആരാധിക്കുന്നു, മനോഹ ആരാധിക്കുന്നു. അപ്പോൾ പ്രത്യക്ഷപ്പെട്ടവനെ ആരാധിക്കുവാൻ ആ ദൂതന്റെ മുന്നിൽ കവണ് വീണ് ആരാധിക്കുമ്പോൾ, ദൂതനെ പ്രശംസിക്കുമ്പോൾ, ദൂതൻ യഹോവ തന്നെയാണെന്ന് പറയുമ്പോൾ, യഹോവയല്ല എങ്കിൽ സ്വർഗത്തിലെ കേവലം ഒരു ദൂതനാണെങ്കിൽ ആ ദൂതൻ അപ്പോഴത് തള്ളിപ്പറയും, അപ്പോൾ അരുത് എന്ന് പറയും. വീണു പോകാത്ത എല്ലാ ദൂതന്മാരും തങ്ങൾ ആരാധ്യരല്ല എന്ന് ബോധ്യമുള്ളവരാ. വീണുപോയ ദൂതന്മാർ വീണുപോയതിൻ്റെ കാരണം അവർ ദൈവത്തെ പോലെ ആരാധിക്കപ്പെടുവാൻ യോഗ്യരാണ് എന്ന് ചിന്തിച്ചതുകൊണ്ട് തന്നെയാണ്. ദൈവത്തിന് പോകുന്ന ആരാധന എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ലൂസിഫർ വീണുപോയത്. ലൂസിഫറിനോട് കൂട്ടത്തിൽ വീണുപോയവരും അത് ആഗ്രഹിച്ചതുകൊണ്ടാണ്. സ്വന്തം വാഴ്ച കാത്തുകൊണ്ടില്ല എന്നാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് പ്രത്യക്ഷരായവരെ കുനിഞ്ഞ് നമസ്കരിക്കുമ്പോഴും, പ്രത്യക്ഷനായി ഈ പുരുഷരൂപങ്ങളെ കുനിഞ്ഞ് നമസ്കരിച്ചപ്പോഴും, അവരെ ആരാധിച്ചപ്പോഴൊന്നും അവരാരും അത് വേണ്ടെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്, ദൈവത്തിൻ്റെ കേവല ദൂതന്മാരല്ല അവർ, ദൈവപുത്രൻ തന്നെയാണ് വന്നത്. ദൈവപുത്രൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം നമ്മളിതിങ്ങനെ മനസ്സിലാക്കുന്നതിൻ്റെ കാരണം, വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലോസിലേക്ക് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവുമായവൻ, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. അപ്പം ദൈവപിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അത് യേശു തന്നെ പറഞ്ഞു. പിതാവിനെ ആരും കണ്ടിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പം ദൈവത്തെ തൻ്റെ സർവ മഹത്വത്തോടും കൂടെ, ത്രിയേക ദൈവത്തെ അങ്ങനെ തന്നെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ത്രിയേക ദൈവത്തിൽ പിതാവെന്ന നാമത്തിൽ, പേരിൽ നമുക്ക് തിരുവെഴുത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് ആരോ, ആ ആളത്വത്തെ ഇതുവരെയും ആരും കണ്ടിട്ടില്ല. ആ ആളത്വം ആർക്കും വെളിപ്പെട്ടിട്ടുമില്ല. അപ്പൊ പിന്നെ ഈ വെളിപ്പെട്ടു എന്നും പ്രത്യക്ഷപ്പെട്ടു എന്നും പറയുന്നതെല്ലാം പുത്രൻ തമ്പുരാനാണ്. പിതാവിനോട് തുല്യനായിരിക്കുന്നവൻ, പിതാവിനെ വെളിപ്പെടുത്താൻ കഴിവുള്ളവൻ. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എവിടെയെല്ലാം തിരുവെഴുത്തിൽ അല്ലെങ്കിൽ എവിടെയെല്ലാം ചരിത്രത്തിൽ ദൈവത്തെ കണ്ടു എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രംഗങ്ങളിലെല്ലാം അവർ കണ്ടത് ദൈവപുത്രനെ മാത്രമാണ്. ദൈവപുത്രനെ അല്ലാതെ കണ്ട് കാഴ്ചയ്ക്ക് വിഷയീഭവിക്കുവാൻ ത്രിയേക ദൈവത്തെയോ പിതാവിനെയോ ഒരു സ്ഥലത്തും
കാഴ്ചയ്ക്ക് വിഷയീഭവിക്കുന്നതായി തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ സാരാംശത്തിൽ പുത്രൻ തമ്പുരാനാണ് കാഴ്ചയ്ക്ക് വിഷയീഭവിക്കുന്ന സവിശേഷതയോടുകൂടെ പ്രത്യക്ഷതയുള്ളത്. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. എപ്പോഴാണോ പ്രത്യക്ഷത ആവശ്യം, ആ സമയത്ത് പ്രത്യക്ഷത വരുത്തുന്നവനാണ് ഈ ധന്യനായ ഏകാധിപതി, ഈ രാജാതിരാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ. അവൻ തക്ക സമയത്ത് വരുത്തുന്ന പ്രത്യക്ഷത തൻ്റെ പുത്രനിലൂടെയാണ്, അല്ലാതെ താൻ തന്നെ പ്രത്യക്ഷപ്പെടുകയല്ല. അതാണ് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവൻ പ്രത്യക്ഷത വരുത്തുകയാണ്, അവൻ പ്രത്യക്ഷപ്പെടുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, തക്ക സമയത്ത് പെടുന്നവനെന്ന് എഴുതിയാൽ മതിയായിരുന്നു. പ്രത്യക്ഷതകളെല്ലാം ദൈവപുത്രൻ്റെതാണ്. അപ്പോൾ നമ്മുടെ പഠന ഭാഗത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്, അല്ലെ, ഈ പ്രത്യക്ഷതകളിലെല്ലാം നമ്മൾ കാണുന്നത് ആരെയാണ്? അവിടെ എല്ലാം കാണുന്നത് ദൈവപുത്രൻ്റെ ജഡധാരണത്തിന് മുൻപുള്ള പ്രത്യക്ഷതകളാണ് അതെല്ലാം. അപ്പോൾ നമ്മളുടെ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവപുത്രൻ ജഡം ധരിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ നമുക്കിങ്ങനെ പറയാം, തെയോഫനീസിലൂടെ ദൈവപുത്രൻ തന്നെത്താൻ ലോകത്തിന് വെളിപ്പെടുത്തുകയായിരുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളെ മനുഷ്യർക്ക് ഗ്രഹിക്കുവാൻ വേണ്ടി ദൈവപുത്രൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. അതാണ് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം. ഇതുകൂടാതെ കണ്ട് ദൈവപുത്രൻ ജഡധാരണത്തിന് മുൻപ് ചെയ്തു വന്നിരുന്ന പ്രവൃത്തികളിൽ 1-2 കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അത് ദൈവപുത്രൻ ന്യായവിധി നടത്തിയിരുന്നു. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ന്യായവിധിയൊക്കെയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പുത്രനാണ് ന്യായവിധിയൊക്കെ നടത്തുന്നത്. ആ പുത്രൻ ന്യായവിധി നടത്തിയിരുന്ന ഒരു പഴയ നിയമ രംഗം, പഴയ നിയമത്തിൽ ധാരാളം ന്യായവിധികളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതിൽ പുത്രൻ ന്യായവിധി നടത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലാണ് വായിക്കേണ്ടത്. അപ്പോൾ ആ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും അവിടെ യഹോവയുടെ ദൂതൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുകയും ആ ന്യായവിധി നടത്തുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ന്യായവിധിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അതിൻ്റെ 15-ാമത്തെ വാക്യം 16-ാം വാക്യം. ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിനൊരു ദൂതനെ അവിടെ അയച്ചു. അവൻ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ട് അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് നാശകദൂതനോട് മതി, നിന്റെ കൈ പിൻവലിക്കുക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ യെബൂസ്യനായ ഒർന്നാൻ്റെ കളത്തിൽ നിൽക്കുകയായിരുന്നു. ദാവീദ് തലപൊക്കി നോക്കി. യഹോവയുടെ ദൂതൻ വാളൂരി യെരൂശലേമിന് മീതെ നീട്ടിപ്പിടിച്ചും കൊണ്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യ നിൽക്കുന്നത് കണ്ടു. ദാവീദ് മൂപ്പന്മാരും രട്ടെടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് ദൈവത്തോട്. അപ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയാണ്, വന്ന ദൂതൻ യഹോവയുടെ ദൂതനാണ്. ദാവീദ് വീണ് നമസ്കരിച്ചു. എന്നിട്ട് ദാവീദ് ദൈവത്തോട് പറഞ്ഞു. അതിനുശേഷം
ദാവീദ് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു, യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്ന് ഹോമയാഗത്തിന് തീയിറക്കി. അവന് ഉത്തരമരുളി. യഹോവ ദൂതനോട് കൽപ്പിച്ചു. അവൻ തൻ്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. അപ്പം ഇവിടെ ഒരു ന്യായവിധിക്ക് വേണ്ടി യഹോവയുടെ ദൂതൻ എന്ന പേരിൽ പുത്രൻ തമ്പുരാൻ ഇടപെട്ട ഒരു സംഭവമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ വേദഭാഗങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ദൈവപുത്രൻ എന്ത് ചെയ്യുകയായിരുന്നു ജഡധാരണത്തിന് മുൻപ്. വളരെ വ്യക്തമാണ്. ധാരാളം കാര്യങ്ങൾ ദൈവപുത്രൻ ചെയ്തിരുന്നു. അതിൽ ചിലത് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് ദൈവപുത്രൻ്റെ പഴയ നിയമത്തിൽ ജഡധാരണത്തിന് മുൻപ് ചെയ്തു വന്നിരുന്ന പ്രവൃത്തികളായി തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മൾ നോക്കിയത്. ഈ ക്ലാസ് ദൈവപുത്രൻ്റെ പൂർവാസ്തിക്യം സംബന്ധിച്ച് ഉള്ള, അല്ലെങ്കിൽ നിത്യാസ്തിക്യവും പൂർവാസ്തിക്യവും സംബന്ധിച്ചുള്ള ക്ലാസ്സുകളുടെ അവസാനത്തെ ക്ലാസ്സാണ് ഇത്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് വ്യക്തമാണ് യേശുക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യം എന്ന് പറയുന്നത് വളരെ പുരാതനമേ ഉള്ളതാണ്. അത് നിത്യതയിലേ ഉള്ളതാണ്. ആ പൂർവാസ്തിക്യത്തെക്കുറിച്ച് ആർക്കും ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ദൈവപുത്രൻ ജഡം ധരിച്ച് ഭൂമിയിൽ വരുന്നതിന് മുൻപും താനുണ്ട്, താൻ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. തൻ്റെ പ്രവൃത്തികളാണ് നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം. അതുകൊണ്ട് ദൈവപുത്രൻ ദൈവം താൻ തന്നെയാണ്. നമുക്ക് ദൈവം അനുവദിക്കുന്നതിന് അടുത്ത ക്ലാസ് അടുത്ത ആഴ്ചയിൽ കേൾക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.